26-ാം തീയതി നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഐക്യജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും തികഞ്ഞ അഭിമാനത്തോടെയുമാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടത്. കഴിഞ്ഞ തവണ 20-19 സീറ്റുകളായിരുന്നു വിജയിക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുമ്പോൾ ബോധ്യപ്പെടുന്നത്. സ്ഥാനാർത്ഥികളുടെ മികവ് ആയാലും അതോടൊപ്പം തന്നെ പൊതുരാഷ്ട്രീയമായാലും ഇവ രണ്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആലപ്പുഴയിൽ ശ്രീ KC വേണുഗോപാലിനെ പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷ നേതൃനിരയിൽ ഏറ്റവും പ്രമുഖനായ നേതാവായി മാറിയിരിക്കുന്ന, രാജ്യത്തിന് മതേതര ജനാധിപത്യ ചേരിയെ സൃഷ്ടിക്കുവാനും അതിനെ കോർഡിനേറ്റ് ചെയ്യുവാനും നേതൃപരമായി പങ്കുവച്ച് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ കടന്നു വരുമ്പോൾ തീർച്ചയായും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ മാനം വർദ്ധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജനാധിപത്യ വിശ്വാസികൾ വളരെ ഉന്നതമായ തലത്തിൽ ചിന്തിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതുവാൻ തയ്യാറാകുമെന്ന കാര്യത്തിലും ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ ആലപ്പുഴ മണ്ഡലം കൂടി പിടിച്ചെടുത്തുകൊണ്ട് 20 സീറ്റുകളും നേടിയെടുക്കുവാനും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിലേറിയ 2 ഗവൺമെൻറ്റുകൾ അവരുടെ ദുഷ്ചെയ്തികൾക്കെതിരായ വലിയ വിധിയെടുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറും. നമുക്കറിയാം, ദേശീയ തലത്തിലും സംസ്ഥാനത്തും ഭരണ തുടർച്ചയുടെ ഒരു കാലയളവാണ്. 2 ഗവൺമെൻറ്റുകളും ഭരണ തുടർച്ചയാണ്. ഇത് തുടർച്ചയാണോ തകർച്ചയാണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം ജനജീവിതം ദുസ്സഹമാക്കി തങ്ങൾക്ക് ലഭ്യമായ അധികാരത്തെ ജനദ്രോഹ നടപടികൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്ത് മുന്നോട്ട് പോകുന്ന 2 ഗവൺമെൻറ്റുകൾ. ഈ 2 ഗവൺമെൻറ്റുകളെ സംബന്ധിച്ച് ഒരുപാട് സമാനതകളുണ്ട്. 2 ഗവൺമെൻറ്റുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികൾ, അത് ശ്രീ നരേന്ദ്രമോദി ആയിക്കോട്ടെ, കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും ഒരുപക്ഷെ ഒരാൾ മറ്റൊരാളുടെ ഡിറ്റോ ആണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള സമാനതകൾ ഇവർ നമുക്ക് പ്രകടമാകുന്നുണ്ട്. 2 പേരും അധികാരത്തെ തങ്ങളുടെ സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടിയും സ്വജനപക്ഷപാതത്തിന് വേണ്ടിയും ദുരുപയോഗം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ജനാധിപത്യത്തിലൂടെയാണ് അധികാരത്തിലേക്ക് വന്നതെങ്കിലും 2 പേർക്കും ഏകാധിപത്യത്തിൻ്റെ സ്വഭാവമാണുള്ളത്. ഏകാധിപത്യത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും നാൾവഴികളിലൂടെ ഇവർ ഒന്നിച്ച് സഞ്ചരിക്കുന്നു എന്നുള്ളത് പല ഘട്ടങ്ങളിലും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. 2 പേരും എപ്പോഴും ആഗ്രഹിക്കുന്ന വിവാദങ്ങളാണ്. ആ വിവാദങ്ങളുടെ മറവിൽ തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അജണ്ടയിൽ സാധാരണക്കാരില്ല, പാവങ്ങളില്ല, കർഷകനില്ല, തൊഴിലാളിയില്ല. ഇവർ 2 കൂട്ടരുടെയും അജണ്ടയിലുള്ളത് മുതലാളിമാരും കോർപ്പറേറ്റുകളും മാത്രമാണ്. ആ അധികാരം, തങ്ങൾക്ക് ലഭ്യമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് ഈ രാജ്യത്ത് തീരെഴുതി കൊടുക്കുവാനുള്ള ശ്രമമാണ് മോഡി നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവരുടെ 2 പേരുടെയും കാലയളവിൽ നമുക്കറിയാം, രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നത് രാജ്യത്തിന് അഭിമാന സ്തംഭങ്ങളാണ്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഡി അത് വിറ്റഴിക്കുകയാണെങ്കിൽ ഇവിടെ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അത് കട്ടുകാശാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദുരന്തമാണ് ഇന്ന് SRTC ആയാലും സപ്ലൈകോ ആയാലും വാട്ടർ അതോറിറ്റി ആയാലും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വിറ്റഴിക്കുകയായിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും നിലവിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുവാനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തതെങ്കിൽ യാതൊരു എളുപ്പമില്ലാതെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കാലയളവിൽ ഒരുപക്ഷെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനിവാര്യത ഉണ്ടായിരുന്നു, ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനിവാര്യതയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വിറ്റഴിക്കുന്നതെന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് വൽക്കരണത്തിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാൻ, കോർപ്പറേറ്റുകൾക്ക് ഈ രാജ്യത്തെ തീരെഴുതി കൊടുക്കുവാൻ ഒരു പ്രധാനമന്ത്രിയും ഗവൺമെൻറ്റും തീരുമാനിച്ചു മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ദുരന്തം നമ്മൾ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാധാരണക്കാരൻ ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം സംജാതമായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 2 കൂട്ടരുടെയും അജണ്ടയിൽ സാധാരണക്കാരില്ല. വിലക്കയറ്റം എൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്നു. സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും എന്നറിയാൻ കഴിയാത്ത അവസ്ഥ. തൊഴിലില്ലായ്മ അതിരൂക്ഷമായി മാറുക. കഴിഞ്ഞ 45 വർഷക്കാലത്ത് ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ നമ്മുടെ രാജ്യം അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ തൊഴിലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതെന്ന് മാത്രമല്ല, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ പ്രതീക്ഷയായിരുന്ന PSCയുടെ വിശ്വാസത പോലും ഇവർ നഷ്ടപ്പെടുത്തി കളഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് PSC നിയമനങ്ങളില്ല. റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെടുന്ന റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്ന പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അവർ ആ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും തങ്ങൾക്ക് ജോലി ലഭ്യമാകാത്ത കാരണത്താൽ ആ ജോലി ലഭ്യമാകുന്നതിന് വേണ്ടി ഒരു സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കുവാൻ വേണ്ടി നടത്തിയ നിരവധിയായ സമരമാർഗങ്ങൾ നമ്മൾ കണ്ടതാണ്. മുട്ടിലെഴയുന്നു, തലമുണ്ടനം ചെയ്യുന്നു, പട്ടിണി കിടക്കുന്നു, ശവമഞ്ചഘോഷയാത്ര നടത്തുന്നു. പക്ഷേ ഇതൊന്നും കാട്ടിയാലും ഗവൺമെൻറ് കണ്ണു തുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം മരവിച്ചൊരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
ഇവിടെ ചെറുപ്പക്കാരുടെ തൊഴിൽ സ്വപ്നങ്ങൾ മുഴുവൻ ഇവിടെ തകർത്തെറിയപ്പെട്ടിരിക്കുന്നു. PSCയുടെ വിശ്വാസം പോലും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. PSCയിൽ പരീക്ഷാ പേപ്പർ ചോർത്തിയും ഉത്തരക്കടലാസുകൾ മാറ്റിയും കൊടും ക്രിമിനലുകളെയും CPM ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുടെ മക്കളെയും മരുമക്കളെയും ഒക്കെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കേരളത്തിലെ സർവകലാശാലകൾ, കേരളത്തിലെ കോളേജുകൾ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സർവകലാശാലകളും കോളേജുകളും ഒക്കെ തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമായി അതിനുള്ള കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇത്തരത്തിൽ നിയമനങ്ങൾ നടത്തി യാതൊരു യോഗ്യതയുമില്ലാത്ത, മാനദണ്ഡങ്ങളില്ലാതെ ആളുകളെ നിയമിച്ചുകൊണ്ട് അക്കാഡമിക് രംഗത്ത് സർവകലാശാലകളെയും കോളേജുകളെയും തകർക്കുകയാണെങ്കിൽ, മറുഭാഗത്ത് തങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരുപക്ഷെ ഇന്ന് പോലെയുള്ള സംഘടനകൾ ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതെന്ന് മാത്രമല്ല, കേരളത്തിലേക്ക് തള്ളുവിട്ടുകൊണ്ട് ഒരു പുതുതലമുറയെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ നമ്മൾ കണ്ടതാണ്. സിദ്ധാർത്ഥ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. വെറ്റിനറി കോളേജിൽ ആരും ശുപാർശയിൽ വരുന്ന കുട്ടികളല്ല, മറിച്ച് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് ഇടം തേടി അവർക്ക് പ്രവേശനം ലഭിക്കുന്നവരാണ്. എല്ലാവരും അക്കാഡമിക് വളരെ മിടുക്കരാണ്. പക്ഷെ അക്കാഡമിക് മിടുക്കരായ വിദ്യാർത്ഥികൾ ഒന്നോ രണ്ടോ പേരല്ല, ഒരു കൂട്ടം വരുന്ന വിദ്യാർത്ഥികൾ സഹപാഠിയെ ക്രൂരമായി 3 ദിവസക്കാലം ഭക്ഷണമെന്നല്ല വെള്ളം പോലും കൊടുക്കാതെ തരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ ചെറുപ്പക്കാർ, മിടുക്കരായ ചെറുപ്പക്കാർ ഈ അവസ്ഥയിലേക്ക് എത്താൻ ഇത്ര കൊടും കുറ്റവാളികളായി ക്രൂരതയുടെ ഭാഗമായി അവർ മാറുന്നു എന്ന് അന്വേഷിച്ചാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ലഹരിയുടെ വലിയ കടന്നായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ജനാധിപത്യ വിരുദ്ധതയ്ക്ക് മാത്രമല്ല, ലഹരിവൽക്കരണത്തിൻ്റെയും അതുവഴി കൊടും ക്രൂരതയുടെയും ഭാഗമായി മാറുന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ സമസ്ത മേഖലകളെയും എല്ലാ തരത്തിലും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം സൃഷ്ടിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ദേശീയ തലത്തിൽ BJP ഗവൺമെൻറ് വർഗീയ ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പിലാക്കി മുന്നോട്ട് പോകും. ഈ രാജ്യത്ത് ഒരുപക്ഷെ 10 വർഷക്കാലത്തെ ഭരണത്തിന് ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഭരണനേട്ടം പറഞ്ഞുകൊണ്ടല്ല ഒരു പ്രധാനമന്ത്രി ജനങ്ങളെ സമീപിക്കുന്നത്, മറിച്ച് 10 വർഷക്കാലത്തെ തെരഞ്ഞെടുപ്പ് ഒരു നേട്ടവും പറയാനില്ലാത്ത പ്രധാനമന്ത്രി താൻ സന്ദർശിക്കുന്ന ക്ഷേത്രങ്ങളുടെ കണക്കുകൾ പറഞ്ഞുകൊണ്ടും ക്ഷേത്ര ദർശനത്തിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടും ചന്ദനം പൂശി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടും ജനങ്ങളെ കബളിപ്പിക്കുവാൻ, വൈകാരികതയെ ആളിക്കത്തിച്ചുകൊണ്ട് അധികാരത്തെ നേടിയെടുക്കുവാൻ, താൽക്കാലികമായ തൻ്റെ ലാഭത്തിന് വേണ്ടി ഒരുപക്ഷെ രാജ്യത്തെ സംബന്ധിച്ചോളം ഇന്ദിരാപ്രദേശിനെയും രാജീവ് ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാർ, മഹാത്മജി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അവരൊക്കെ ജീവരക്തം കൊടുത്ത് രാജ്യത്തെ ജനകോടികളെ ഒന്നിപ്പിക്കുവാനാണ് ശ്രമിച്ചതെങ്കിൽ, അധികാരത്തിനും സ്വന്തം ജീവനും അപ്പുറമാണ് ഈ രാജ്യമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ഇന്ന് തനിക്ക് ലഭ്യമാകുന്ന താൽക്കാലികമായ അധികാരത്തിന് വേണ്ടി വർഗീയതയെ ആളിക്കത്തിച്ചുകൊണ്ട് അധികാരം നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും അപകടകരമായ ശ്രമം അത് ഈ രാജ്യത്തിന് വിനാശം വരുത്തി വെക്കുന്നു എന്നുള്ളത് നമുക്ക് ഓരോ ഘട്ടങ്ങളിലും ഓരോ അനുഭവങ്ങളിലും ബോധ്യപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അത്തരത്തിൽ രാജ്യത്തെ തകർത്താലും വേണ്ടിയില്ല, തനിക്ക് രാജ്യം തകർന്നാലും വേണ്ടിയില്ല, തനിക്ക് അധികാരം വേണമെന്ന് മാത്രം ചിന്തിക്കുന്ന മോഡിയും കൂട്ടരും ഈ രാജ്യത്തിന് കടുത്ത വെല്ലുവിളിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ വീണ്ടെടുക്കുകയാണ്. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയെ വീണ്ടെടുത്ത് സംരക്ഷിച്ച ഇന്ത്യയാക്കി മാറ്റിയ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു വർഗീയ ശക്തിയിൽ നിന്നും ഈ ഇന്ത്യയെ മോചിപ്പിക്കുവാനും ഇന്ത്യയുടെ നന്മകൾ, നഷ്ടപ്പെട്ടു പോയ നന്മകളെ തിരികെ കൊണ്ടുവരുവാനും ഇനിയും രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാനുമുള്ള വലിയ ശ്രമങ്ങൾക്കാണ് എന്നും രാജ്യത്തോട് പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അതിനൊക്കെ അപ്പുറമായൊരു വൈകാരികത, രാജ്യത്തെ ജനകോടികളെ ഒന്നിപ്പിക്കുന്ന ഒരു വൈകാരികതയാണ്. ആ വൈകാരികത ഈ രാജ്യത്ത് ശക്തമായി നിലകൊള്ളുന്നതുകൊണ്ട് തന്നെയാണല്ലോ നമുക്ക് ഇത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വൈകാരിക ശക്തിയായ കോൺഗ്രസിൻ്റെ ശക്തമായ തിരിച്ചുവരവ് രാജ്യത്തെ ജനകോടികൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് രാജ്യമെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ മുന്നേറ്റം. ഇന്ത്യ മുന്നണി എന്ന രൂപത്തിൽ ഇന്നലെ കോൺഗ്രസിനെ അന്ധമായി എതിർത്തവർ ഉൾപ്പെടെ ഇന്ന് കോൺഗ്രസിനെ പിന്തുണയ്ക്കുവാനും കോൺഗ്രസിനെ പിന്നെ അണിനിരക്കുവാനും കോൺഗ്രസ് നേതൃത്വത്തെ അംഗീകരിക്കുവാനും തയ്യാറായി മാറുന്നു എന്നുള്ളത് ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെയും മതേതര ജനാധിപത്യ ചേരിയുടെയും ഒരു തിരിച്ചുവരവിൻ്റെയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ജനാധിപത്യ മതേതര ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ശുഭസൂചനകളായി തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അത്തരത്തിലൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിൽ നിന്നും ആലപ്പുഴയുടെ മണ്ണിൽ നിന്നും ശ്രീ KC വേണുഗോപാലിനെ പോലെ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം ആ ഗവൺമെൻറ് ഏറ്റവും സുപ്രധാനമായ ചുമതലകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ഗവൺമെൻറ് ഭാഗമായി മാറും എന്നുള്ളതും അത്യധികം പ്രതീക്ഷയോട് തന്നെയാണ് ആലപ്പുഴയിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ശ്രീ KC വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രം തിരുത്തിക്കൊണ്ടുള്ള ഈ മണ്ഡലം തിരികെ പിടിക്കുമെന്ന് മാത്രമല്ല ചരിത്ര ഭൂരിപക്ഷത്തോടെ ഒരു വലിയ വിജയം നേടിയെടുക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിന് വേളയിൽ ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുന്നത്.